നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. AR നഗർ കക്കാടംപുറത്ത് വാടക ക്വാർട്ടേഴ്സിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. സംഭവം സ്വാഭാവിക മരണമെന്ന് പോലീസ് വ്യക്തമാക്കി. ഇന്ന് പുലർച്ചെ 5:30 ഒഡീഷ ഡിയോഗസ് സ്വദേശി 55-കാരനായ രാമചന്ദ്ര ബട്ടാറ പൂജാരിയെയാണ് ഇവർ താമസിക്കുന്ന കെട്ടിടത്തിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടത്. മുഖത്ത് രക്തമുള്ള നിലയിലായിരുന്നു മൃതദേഹം. തലേ ദിവസം തൊട്ടടുത്ത മുറിയിൽ താമസിക്കുന്നവരുമായി രാമചന്ദ്ര ബട്ടാറ വാക്കേറ്റവും ഉണ്ടായിരുന്നു. രാവിലെ മുഖത്ത് രക്തമുള്ള നിലയിൽ മൃതദേഹം കണ്ടെത്തിയപ്പോൾ തലേന്നുണ്ടായ തർക്കത്തിൽ പരിക്കേറ്റ് മരിച്ചതെന്ന സംശയത്തിലായിരുന്നു പോലീസും നാട്ടുകാരും. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടത്തിലാണ് സ്വാഭാവിക മരണമാണെന്ന് ഡോക്ടർ അറിയിച്ചത്. തലേ ദിവസം തൊട്ടടുത്ത മുറിയിൽ താമസിക്കുന്നവരുമായി രാമചന്ദ്ര ബട്ടാറ വാക്കേറ്റവും ഉണ്ടായിരുന്നു. രാവിലെ മുഖത്ത് രക്തമുള്ള നിലയിൽ മൃതദേഹം കണ്ടെത്തിയപ്പോൾ തലേന്നുണ്ടായ തർക്കത്തിൽ പരിക്കേറ്റ് മരിച്ചതെന്ന സംശയത്തിലായിരുന്നു പോലീസും നാട്ടുകാരും. റൂം സീൽ വയ്ക്കുകയും കൂടെ താമസിക്കുന്ന 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കൊലപാതകമല്ലെന്ന് അറിഞ്ഞതോടെ ആശ്വാസത്തിലാണ് പോലീസും നാട്ടുകാരും. ഇയാളുടെ ആന്തരിക അവയവങ്ങൾ നശിച്ചിരുന്നു. ഇതേ തുടർന്ന് രക്തം ഛർദ്ദിച്ചു. ഇതാണ് മുഖത്ത് കണ്ട രക്തം. ഇവർ തമ്മിൽ മദ്യലഹരിയിൽ പലപ്പോഴും തർക്കമുണ്ടാകാറുണ്ട്. അതുപോലുണ്ടായ തർക്കമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നതെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.